ഹായ് സ്റ്റുഡൻസ്, സയൻസ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പോളിടെക്നിക് പഠിക്കുന്ന റിവിഷൻ 2015 വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു വീഡിയോയാണ്. 2021 വിദ്യാർത്ഥികൾ ഈ ഒരു വീഡിയോ കാണേണ്ട കാര്യമില്ല. 2015 പഠിക്കുന്ന പോളിടെക്നിക് 2015 മുതൽ 2020 വരെ പോളിടെക്നിക്കിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കാണുക. 2021 മുതൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ കാണുക. നിങ്ങൾ റിവിഷൻ എന്ന് പറയുന്നത് 2021 റിവിഷനിലായി വന്നിട്ടുണ്ട്. ശരി, നമുക്ക് നിലവിൽ 2015 അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ട്. അതുപോലെ 2016, 2017 എഴുതിയ കുട്ടികൾക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് 4 ചാൻസുകളായിട്ട് എന്ത് ചെയ്യുന്നില്ല, എക്സാം എഴുതാനായിട്ടുള്ള ഓപ്ഷൻ നിലവിലില്ല. അപ്പോൾ നിങ്ങൾ നിലവിൽ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ JCTക്ക് അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനൊക്കെ നിങ്ങൾ DTEക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മെയിൽ ചെയ്യുക. മെയിൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ വർഷങ്ങളായിട്ട് 2 വർഷത്തോളമായിട്ട് നമുക്ക് എക്സാം ഒന്നും എഴുതാൻ കിട്ടുന്നില്ല. നിലവിൽ ഇനി വരുന്ന 2025 ഏപ്രിൽ എക്സാം നമുക്കൂടെ ഒരു ചാൻസ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ 2025 ഏപ്രിൽ എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ചാൻസ് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് മെയിൽ ചെയ്യുക. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, 2017 വരെ പറഞ്ഞോളൂ, 2018കാർക്കുള്ള ലാസ്റ്റ് ചാൻസ്. മനസ്സിലായ? ഇനി 2019കാർക്ക് എത്ര ചാൻസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 3 ടൈം പരീക്ഷ എഴുതാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 2020 അഡ്മിഷൻ എടുത്ത ആൾക്ക് എത്ര ടൈം പരീക്ഷ എഴുതാനായിട്ട് പറ്റും? 5 ടൈം പരീക്ഷ എഴുതാനായിട്ട് പറ്റും. അതോടുകൂടി ഈ ഒരു സ്കീം 2015 പറയുന്ന ഒരു സ്കീമിൻ്റെ കാര്യത്തിൽ തീരുമാനവുമാകും. പിന്നെ നിങ്ങൾ ഇനി എൻ കേസ് സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വയ്യ. ഞാനൊക്കെ പഠിച്ച 2010 സ്കീമിലായിരുന്നു. ആ 2010 സ്കീമിൽ 2 വർഷം മുമ്പേ, എനിക്ക് തോന്നുന്നു 2023 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു എക്സാം എഴുതാനായിട്ടൊരു ചാൻസ് കൊടുത്തിരുന്നു. അത് കൊറോണ അങ്ങനെ എന്തൊക്കെയോ സാഹചര്യങ്ങൾ മേ ബി ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ റിവിഷൻ 2015 സ്കീമിന് ഈ ഒരു ബാച്ചുകാർക്കെല്ലാം വരുന്ന ഒരു മേഴ്സി ചാൻസ് എന്ന് പറയുന്ന ഒരു സ്കീമിലായിരിക്കും പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ഇന്ന് അങ്ങനെ വന്നപ്പോഴേക്കും അതിന് റിക്വസ്റ്റ് ഒക്കെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ കുറേ പേര് മെസ്സേജ്, സാറേ നമ്മൾ എത്ര മാർക്കിന് പരീക്ഷ എഴുതണം? നിങ്ങളെ 2015 സ്കീം നിലവിൽ 40 മാർക്കിനാണ് പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ 40 മാർക്ക് മിനിമം പാസ് വേണം. 2021 30 മാർക്ക് മതി പാസ്സാവാനായിട്ട്. 75 മാർക്കിൽ 30 മതി 2021 സ്കീമിന്. 2015 100 മാർക്കിന് നിങ്ങൾ വാങ്ങേണ്ട 40 മാർക്ക് വാങ്ങിയാലേ പാസ്സാകത്തുള്ളൂ. പിന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഇടുമോ എന്നുള്ളതായിരുന്നു പലരുടെയും ഡൗട്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഇല്ല അതിനകത്ത്. അപ്പോൾ നിങ്ങളെ കൺഫ്യൂസിങ് ആക്കാത്ത ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ടാകും. നിങ്ങൾ മേഴ്സി ചാൻസ് ആണ് എന്നുള്ളത് എല്ലാ അധ്യാപകർക്കും അറിയാം. 2015 പേപ്പർ കിട്ടുമ്പോഴേ അറിയാം. റെഗുലർ സ്റ്റുഡൻസ് അല്ല, സപ്ലിമെൻ്ററി സ്റ്റുഡൻസ് എഴുതിയിട്ടുള്ള പേപ്പറാണ് എന്നുള്ളതിനെ പറ്റി അറിയാം. അപ്പോൾ ഇനി വരുന്ന ചാൻസിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് സയൻസ് ടെക് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്ന 2021 സബ്ജക്റ്റുകളുടെ ക്ലാസ് സയൻസ് ടെക്കിൻ്റെ ലേണിംഗ് ആപ്പിലുണ്ട്. പിന്നെ ഫസ്റ്റ് ഇയർ സബ്ജക്റ്റുകളും അത് വലിയൊരു ചേഞ്ച് വരാത്ത കുറേ സബ്ജക്റ്റുകളുണ്ട്. ആ സബ്ജക്റ്റുകളെല്ലാം തന്നെ സയൻസ് ടെക്കിൻ്റെ ലേണിംഗ് ആപ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം പാസ്സാവാനുള്ള സബ്ജക്റ്റുകളൊക്കെ കണ്ടൻറ്റുകളൊക്കെ നമ്മുടെ സയൻസ് ടെക്കിൻ്റെ ലേണിംഗ് ആപ്പിലുണ്ട്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ആൻസർ കീ ഒക്കെ നമ്മുടെ സയൻസ് ടെക്കിൻ്റെ ലേണിംഗ് ആപ്പിലുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ക്ലാസ് തരാം എന്നുള്ളതിനുള്ള വീഡിയോ അല്ല, നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ. ഒരുപാട് പേര് നമ്മളെ സയൻസ് ടെക്കിന് ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് സന്തോഷം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. 2015കാർ എന്ത് ചെയ്യുക, ഈ വരുന്ന ഒരു ചാൻസിൽ എന്ത് ചെയ്യുക, മേഴ്സി ചാൻസിന് ഒരു ഓപ്ഷൻ ചോദിക്കുക. ബിടെക് ലെറ്റ് എഴുതാനായിട്ടൊക്കെ നിൽക്കുന്ന കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചാൻസ് പരമാവധി പ്രയോജനപ്പെടുത്തി ഏപ്രിൽ 2025 എക്സാം എഴുതാനുള്ള ചാൻസ് വാങ്ങുക. ഇൻ കേസ് എക്സാം കിട്ടിക്കഴിഞ്ഞാൽ ഡേ 1 രാവിലെ ഫസ്റ്റ് സെമ്മ്, ഉച്ചയ്ക്ക് സെക്കൻഡ് സെമ്മ്, ആ ഒരു രീതിയിലായിരിക്കും എക്സാമുകൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പോഴേ പഠിച്ചു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ഒരു 2 ടൈമിൽ വരുന്ന എക്സാമൊക്കെ എഴുതിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മാത്സ്, ഫിസിക്സ്, ഫസ്റ്റ് ഇയർ സബ്ജക്റ്റുകളൊക്കെ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് അവൈലബിൾ ആകുന്നുണ്ട്. നിങ്ങൾക്ക് പാസ്സാകാനുള്ള മാർക്കിനുള്ള കണ്ടൻറ്റുകളൊക്കെ നമ്മളതിലുണ്ട്. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന 2021. അപ്പം ബാക്കിയുള്ള കുട്ടികളുടെ അടുത്ത് പറയുക, ഒരു റിക്വസ്റ്റൊക്കെ അയക്കാൻ പറയുക. JCTക്ക് ആയാലും അതോടൊപ്പം തന്നെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ DTയിലൊക്കെ മെയിൽ ചെയ്യുക. നമുക്ക് 2025 സ്കീം 2025 ഏപ്രിൽ ഒരു എക്സാം എഴുതാനായിട്ട് ഒരു ചാൻസ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക. 2018 അഡ്മിഷൻ എടുത്ത ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ലാസ്റ്റ് ചാൻസാണ്. 2019കാർക്കും 2020കാർക്കും ഇനി കുറച്ച് ചാൻസുകളേ ഉള്ളൂ. എനിക്കിനി 3 ഉണ്ട്,
ഇവർ ഇതേപോലെ 4, 5, 8, 10 ചാൻസ് കിട്ടിയ ആളുകളെ ഇവർ ഇപ്പോഴും കിട്ടാതെ നിൽക്കുന്നത്. ആ ഒരു അവസ്ഥ എന്ത് ചെയ്യരുത് 2019, 20 അഡ്മിഷനൊക്കെ എടുത്തവർക്ക് ഉണ്ടാകാതിരിക്കുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ 2015 സ്കീമിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും അപ്പം ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാ പേജൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം, നമ്മൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് പോളിടെക്നിക് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾക്ക് അറിയാൻ പറ്റും. എക്സാമിൻ്റെ കാര്യം നിങ്ങൾ ആരും ഇനി അറിയിക്കാൻ പോകുന്നില്ല. നിങ്ങൾ കോളേജിൽ നിന്ന് പോയിട്ട് 2 വർഷം 3 വർഷമൊക്കെ ആയി. അപ്പം ഇതിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനെ നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. പലരും നോക്കുമ്പോൾ sbt.kerala.gov.in ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് beta.sbte.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നിങ്ങളെ ഡേറ്റാബേസ് എല്ലാം തന്നെ ഉള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. SBTയിൽ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്നുമില്ല, കോളേജ് വിളിച്ചിട്ട് കോളേജിലെ ടീച്ചർ അവിടെ ഇല്ല, അറിയാൻ വയ്യ മോനെ, വേറെ HOD വിളി എന്നൊക്കെ നിങ്ങളെ പറയും. എന്തിനാണ് ആ ഒരു അവസ്ഥ? ആ ഡീറ്റെയിൽ എല്ലാം നമ്മുടെ beta.sbt.kerala.gov.in എന്ന് പറയുന്ന പുതിയ വെബ്സൈറ്റിൽ ആ ഒരു ഡേറ്റാബേസ്, നിങ്ങളുടെ ഡേറ്റാബേസ് എല്ലാം തന്നെ അതിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കുക. ഉറപ്പായിട്ടും ഞാനിത് ഓപ്പൺ ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾക്കുള്ള കമൻസുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരികയും ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലെ നെക്സ്റ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ടെലഗ്രാമിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യാനുള്ള മെയിൽ ID യും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടന്റുകൾ ഞാൻ എന്ത് ചെയ്യാം പ്രൊവൈഡ് ചെയ്തേക്കും. ഒരു കോമൺ ആയിട്ട് എല്ലാവരും ഒരു സെഷനിലേക്ക് മെയിൽ അയക്കുമ്പോൾ അവർ ഈ ഒരു കാര്യത്തെ ഗൗരവമായിട്ട് കാണുകയും അതിന് നിങ്ങൾക്ക് വേണ്ടി ഒരു റെമഡി അവർ എടുക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാം നശിക്കണമെന്നൊന്നും അവിടെ DTയിലുള്ള അല്ലെങ്കിൽ പോളിടെക്നിക്കിലുള്ള അധ്യാപകർക്കോ അല്ലെങ്കിൽ അവിടെ ഉള്ള ആൾക്കോ ഇല്ല. അപ്പം കുട്ടികളെല്ലാം രക്ഷപ്പെടണം എന്നുള്ള നിലപാടുള്ളവർ തന്നെയാണ് DTയിലൊക്കെ ഉള്ളത്. ഞാനൊക്കെ പോളിടെക്നിക് പഠിക്കുകയും പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ പരമാവധി നിങ്ങൾക്കൊക്കെ അവസരങ്ങൾ തന്ന് നിങ്ങളെ ജയിപ്പിക്കുകയും നിങ്ങൾ ഓൺ സമയത്ത് എന്ത് ചെയ്യുക റിസൾട്ടൊക്കെ തരിക എന്നുള്ളത് തന്നെയാണ് അവർ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ ഒക്കെ റിസൾട്ട് വരുന്നത് January 15 ശേഷമായിരിക്കും വാല്യുവേഷൻ തുടങ്ങുന്നത്. വാല്യുവേഷൻ തുടങ്ങി എങ്ങനെയായാലും ഒരു February 15, 20 കൂടിയൊക്കെ ആയിരിക്കും റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. മറ്റ് വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്